ഭൂതകാലത്തിൽ അസ്തമിച്ചൊടുങ്ങിയ ആഘോഷ ദൃശ്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു എന്നതാണ് ഉത്തര കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. വാർഷിക കണക്കെടുപ്പിൽ ഒരു യുഗം കൂടി കൊഴിഞ്ഞു വീഴാറായെങ്കിലും ആർദ്രമായ താളം പോലെയുള്ള നൃത്ത കലാലോകത്തെ വിശേഷങ്ങളും ഉത്സവകാലത്തെ പകിട്ടുമെല്ലാം തനിമ ചോരാതെ പ്രേക്ഷക സമക്ഷം എത്തിക്കുകയാണ് മലബാർ ഡയറിയിലൂടെ. പലരും പുതുമയ്ക്ക് വേണ്ടി പരക്കം പായുമ്പോൾ പഴമയുടെ സംസ്കൃതിയും പെരുമയും ചേർത്ത് നിർത്തി വർണ്ണാഭമായ വടക്കൻ കേരളത്തിൻ്റെ സൗന്ദര്യം വരച്ചു കാട്ടാനാണ് ഇത്തവണയും ഞങ്ങളുടെ ശ്രമം. ഗോത്രവർഗക്കാരുടെ അനുഷ്ഠാന കലാരൂപവും നാട്യകലാസമിതിയുടെ നാടകവും ക്രിസ്മസ് വിശേഷങ്ങളുമെല്ലാം കൂട്ടിക്കലർത്തിയ വിഭവങ്ങളാണ് ഇത്തവണത്തെ പ്രധാന ഉള്ളടക്കം. വാമൊഴി വഴക്കവും നാടൻ പ്രയോഗങ്ങളും വർണ്ണവിന്യാസങ്ങളാൽ നിറഞ്ഞ അനുഷ്ഠാനങ്ങളുമൊക്കെയായി ഇന്നിൻ്റെയും ഇന്നലെയുടെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന മലബാർ ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പുതുവർഷത്തെയും ക്രിസ്മസിനെയും എല്ലാം വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഉത്തര കേരളത്തിലെ ഗ്രാമീണ മേഖലയും നഗരപ്രദേശങ്ങളുമെല്ലാം. വർണ്ണതാരകങ്ങളും വൈവിധ്യമാർന്ന കേക്കുകളും പുൽക്കൂടുകളുമൊക്കെ ഒരുക്കി തിരുപ്പിറവിയെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികളും. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയും വിധമാണ് മലബാറിലെ ക്രിസ്മസ് വിപണികൾ ഓരോ വർഷവും തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നത്. മഞ്ഞു പൊഴിയുന്ന ഡിസംബർ മാസം മരങ്ങളും പൂക്കളും ചെടികളുമെല്ലാം മഞ്ഞുതുള്ളിയുടെ ആവരണവും അണിഞ്ഞ് ക്രിസ്മസിനെ വരവേൽക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ലോകമെങ്ങും ക്രിസ്മസായി ആഘോഷിക്കുന്നത്. പുൽക്കൂടൊരുക്കിയ ആരാധനാലയങ്ങളും വീടുകളുമെല്ലാം ക്രിസ്മസിനെ സ്വാഗതമോതുമ്പോൾ കരോൾ ഗീതങ്ങൾ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നീങ്ങുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നുവെന്ന വിശ്വാസത്തെ പിൻപറ്റിയാണ് പുൽക്കൂടൊരുക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസെ എന്നീ പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന വാക്കുണ്ടായതെന്നും പറയപ്പെടുന്നു. ഈ ദിനങ്ങളിൽ സമ്മാനങ്ങളുമായി എത്തുന്ന അപ്പൂപ്പനാണ് സാന്താക്ലോസ്. മഞ്ഞുപോലെ വെളുത്ത താടിയും കുടവയറുമുള്ള സാന്താക്ലോസ് അപ്പൂപ്പൻ ചുവന്ന കോട്ടും തൊപ്പിയും അണിഞ്ഞാണ് എത്തുക. വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നതാണ് മറ്റൊരാഘോഷം. ക്രിസ്തു ജനിച്ചപ്പോൾ കാണാനായി കിഴക്കുനിന്നെത്തിയ ജ്ഞാനികൾക്ക് നക്ഷത്രം വഴികാട്ടിയതിൻ്റെ ഓർമ്മയ്ക്കായാണിത്. വൈവിധ്യമാർന്ന നക്ഷത്രങ്ങളും അലങ്കാര സാമഗ്രികളും കൊണ്ട് വടക്കൻ കേരളത്തിലെ തെരുവുകൾ പോലും അക്ഷരാർത്ഥത്തിൽ താരക ലോകമായി മാറി. പുതിയ സ്റ്റാർസ് ഉണ്ട്, അത് 380 ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റംസാണ്. അത് 380 വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന ഐറ്റംസാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനമാണ് അത് LED സ്റ്റാർ. അതിൽ മൾട്ടി സ്റ്റാർ ഉണ്ട്, അത് ടൈപ്പ് ഉണ്ട്. ക്രിസ്മസിന് ഏറ്റവും പ്രധാനമായ മറ്റൊരിനമാണ് കേക്കുകൾ. ഇക്കാലത്ത് വിപണി കേക്കുകളെ കൊണ്ട് നിറയുന്നു. മധുരമൂറുന്ന രുചിയുടെ വൈവിധ്യങ്ങളുമായി കേക്കുകളുടെ തത്സമയ നിർമ്മാണം ആസ്വദിക്കാനും അവസരമുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മഹത്വം ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. നക്ഷത്രങ്ങളും ബലൂണുകളും പുൽക്കൂടുകളും തോരണങ്ങളുമായി ജനവും ആഘോഷത്തിൽ അമരുകയാണ്. പഴമയുടെ വാസന ഒരു പരിധിവരെ നഷ്ടമായെങ്കിലും പഴയകാല ആഘോഷങ്ങളിലെ മാസ്മരികത ഇന്നും നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരിലെ കലാ സാംസ്കാരിക മണ്ഡലത്തിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന പേരാണ് നൈമിശാരണ്യം. നൃത്ത സംഗീത മേഖലയിലെ ലോകപ്രശസ്തരായ നിരവധി ആളുകളെയാണ് ഇവിടെ നടന്ന സാംസ്കാരിക ഉത്സവത്തിലൂടെ ഈ നാടിന് പരിചയപ്പെടുത്തിയത്. 11 ദിവസത്തെ കലാവിരുന്നോടെ നൈമിശാരണ്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളും ഇത്തവണ കണ്ണൂരിൽ നടന്നു.
കലാരംഗത്തെ തുടക്കക്കാർ മുതൽ ലോകപ്രശസ്തർ വരെ നൈമിശാരണ്യത്തിൻ്റെ വേദികളിൽ കഴിഞ്ഞ 25 വർഷങ്ങളായി എത്തിച്ചേരുന്നു. 25-ാം വർഷം 11 ദിവസങ്ങളിലായി നീണ്ടുനിന്ന സാംസ്കാരികോത്സവമായിരുന്നു കണ്ണൂരിന് നൈമിശാരണ്യം സമ്മാനിച്ചത്. ശ്രീഹരി എന്ന കണ്ണൂർ സ്വദേശി നൈമിശാരണ്യം എന്ന പേരിൽ ആരംഭിച്ച ആധ്യാത്മിക മാസികയാണ് സാംസ്കാരിക സംഘടനയായി മാറിയത്. പിന്നീട് മാസിക പ്രസിദ്ധീകരണം നിർത്തിയെങ്കിലും എല്ലാ വർഷവും നിരവധി സാംസ്കാരിക പരിപാടികൾ നടത്തിക്കൊണ്ട് നൈമിശാരണ്യം കണ്ണൂരിൽ നിറഞ്ഞു നിന്നു. നൈമിശാരണ്യം ആക്ച്വലി ഇതൊരു രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പർ സ്ഥാപനമായിട്ടാണ് തുടങ്ങിയിരുന്നത്. നൈമിശാരണ്യം നമ്മുടെ പുരാണ കഥകളിലെ മൂല്യങ്ങൾ, അതായത് ജീവിത മൂല്യങ്ങളെ പുരാണ കഥകളിൽ കൂടി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാസികയായിട്ട് 10 വർഷക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. 10,000 വരിക്കാറുണ്ടായിരുന്നു. അന്ന് വേറൊരു മാസിക കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കണ്ടൻസിനുണ്ട്, അതിൻ്റെ പ്രത്യേകത കൊണ്ടും വളരെയധികം ആളുകൾ ആകർഷിച്ചിരുന്നു. പക്ഷേ അതോടനുബന്ധിച്ച് നമ്മൾ ഈ ക്ലാസിക്കൽ കലകളെ കൂടി തുടങ്ങിയപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ നമുക്കത് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ മാസിക തൽക്കാലം അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. രജത ജൂബിലിയോടനുബന്ധിച്ച് മഹാഭാരത് എന്ന പേരിൽ 11 ദിവസം നീണ്ടുനിന്ന സാംസ്കാരികോത്സവമാണ് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ചത്. കഥക്, ഒഡീസി, ഭരതനാട്യം നൃത്തങ്ങൾ, ഹിന്ദുസ്ഥാനി, കർണാടക സംഗീതം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിക്കാനെത്തിയത് കവിതാ ദ്വിവേദി, റിച്ച ജെയിൻ, അഭ്രദിത ബാനർജി, മല്ലിക തലക്, മഹാദേവദാസ് ഭാവുൾ, ആസാദ് അംജദ് ഖാൻ തുടങ്ങിയവർ. ഒപ്പം വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു. 25 വർഷമായി കണ്ണൂരിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ ഈ വർഷം സിൽവർ ജൂബിലി ആയിട്ട് 11 ദിവസത്തെ പരിപാടികളാണ് നടത്തിയിരിക്കുന്നത്. അതിൽ കലയും സാഹിത്യവും എല്ലാം സമ്മേളിച്ചിട്ടുള്ള ഒരു വേദിയാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് ഭംഗിയായി നടത്താൻ സാധിച്ചു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷത്തിൻ്റെ പ്രതീകമായി കണ്ണൂരിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന വളരെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ 25 പേരെ ആദരിച്ചിട്ടുണ്ട്. കവിതാ ദ്വിവേദിയുടെ ഒഡീസി നൃത്തവും റിച്ച ജെയിനിൻ്റെ കഥക് നൃത്തവും ആസാദ് അംജദ് ഖാൻ സഹോദരങ്ങളുടെ കവ്വാലി സംഗീതവും മഹാദേവദാസിൻ്റെ ബാവുൾ സംഗീതവും കണ്ണൂർ നിവാസികൾക്ക് ലഭിച്ച അസുലഭ കലാവിരുന്നുകളായിരുന്നു. ഡൽഹി ഖരാനയുടെ കവാലി പാരമ്പര്യത്തിന് അവകാശികളായ ആസാദ് ഖാൻ വാഴ്സിയും അംജദ് ഖാൻ വാഴ്സിയും അവതരിപ്പിച്ച സൂഫി കവാലി സംഗീതം ആസ്വാദകരുടെ മനസ്സ് അക്ഷരാർത്ഥത്തിൽ തന്നെ കീഴടക്കി. സൂഫി തത്വചിന്ത വഴിഞ്ഞൊഴുകുന്ന ഖവാലി സംഗീതം പരമകാരുണികനായ ദൈവത്തിൻ്റെ മഹത്വവും പ്രപഞ്ചത്തിൻ്റെ പൊരുളും പാടി ആത്മീയതയുടെ അവാച്യമായ അനുഭൂതി തലത്തിലേക്ക് ഉയർത്തുന്നതായി. ഒഡീസി നൃത്തവേദിയിലെ അദ്വിതീയയായ കവിതാ ദ്വിവേദിയുടെ പ്രകടനവും കണ്ണൂരിലെ കലാസ്വാദകർക്ക് അസുലഭ സൗഭാഗ്യമായി. हस्तकं सुपिच्छगुच्छमस्तकं सुनादवेणुहस्तकं अनङ्गरङ्गसागरं नमामि कृष्णनागरम् अनङ्गरङ्गसागरं नमामि कृष्णनागरं नमामि कृष्णनागरं नमामि कृष्णनागरम्. പുരിയിലെ ജഗന്നാഥനെ സ്തുതിച്ചുകൊണ്ടുള്ള മംഗളാചരണവും ജയദേവകവിയുടെ അഷ്ടപതിയിലെ സഖിയെ കേശിനി എന്ന പദവുമെല്ലാം ലോകോത്തര ഒഡീസി നർത്തകിയിലൂടെ മനം നിറഞ്ഞാസ്വദിക്കുകയായിരുന്നു കാണികൾ. പാരീസിൽ നർത്തനാലയ എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തുന്ന മലയാളിയായ മല്ലിക തലക്കിൻ്റെ ഭരതനാട്യം, അഭ്രദിത ബാനർജിയുടെ ഹിന്ദുസ്ഥാനി ഭജൻസ്, NJ നന്ദിനിയുടെ കർണാടക സംഗീത കച്ചേരി തുടങ്ങിയവയും വിവിധ ദിവസങ്ങളിലായി അരങ്ങേറി. ക്രിസ്മസ് കാലം എത്തിയതോടെ മലബാറിലെ വിപണികളും വൈവിധ്യമാർന്ന താരകങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു. ഒപ്പം വ്യത്യസ്തങ്ങളായ നിറങ്ങളും ആകൃതിയുമുള്ള വൈദ്യുത അലങ്കാരങ്ങളും. കോഴിക്കോട് ബ്യൂറോയിലെ ക്യാമറമാൻ ശാൽവിൻ രാജ് പകർത്തിയ അത്തരം ചില മനോഹര ദൃശ്യങ്ങളാണ് ഇത്തവണ മിഴിയിൽ.
ഉത്തര മലബാറിലും കർണാടകത്തിലും പഴമക്കാർ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സുകളിലൊന്നാണ് തുരങ്കങ്ങൾ. കന്നഡയിൽ സുരംഗ എന്നറിയപ്പെടുന്ന ഇവ ഭൂമിക്ക് തിരശ്ചീനമായി മണിക്കൂറുകളോളം മണ്ണ് തുരന്നെടുത്താണ് നിർമ്മിക്കുന്നത്. അരനൂറ്റാണ്ടിലധികമായി ഇത്തരത്തിൽ ആയിരക്കണക്കിന് തുരങ്കങ്ങൾ നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ചയാളാണ് കാസർഗോഡ് കണ്ടംകുഴിയിൽ കുഞ്ഞമ്പുവേട്ടൻ. കുടിവെള്ളം ഇന്ന് കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പഴയകാലത്ത് ഉത്തര മലബാറിലെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നായിരുന്ന തുരങ്കങ്ങൾ പ്രസക്തമാകുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകയിലും ഇവ ഒരു കാലത്ത് സർവ്വസാധാരണമായിരുന്നു. തുരങ്കങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ അതികായനായ കാസർഗോഡ് കുണ്ടംകുഴി സ്വദേശി കുഞ്ഞമ്പുവേട്ടനെ നമുക്ക് വിസ്മരിക്കാനാകില്ല. ജീവജലത്തിനായി ഇതിനോടകം 1000-ലധികം തുരങ്കങ്ങൾ ഈ പ്രതിഭ നിർമ്മിച്ചിട്ടുണ്ട്. തൻ്റെ 14-ാം വയസ്സിലാണ് കുഞ്ഞമ്പുവേട്ടൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ആദ്യം എൻ്റെ 14-ാമത്തെ വയസ്സിലാണ് തുരങ്കത്തിൻ്റെ പണിയിൽ മണ്ണ് ചുമക്കാനും ഇതിനും പോകുന്നത്. ഒരു 16 വയസ്സാകുമ്പോഴത്തേനും ഞാൻ സ്വന്തമായി തുരങ്കം എടുക്കാൻ തുടങ്ങി. 1000-ലധികം തുരങ്കങ്ങൾ നിർമ്മിച്ചു. വെള്ളത്തിന് സ്ഥാനം കാണുന്നത് നമ്മൾ തന്നെ. ഈ പണിയുടെ വർക്കിൻ്റെ ഇടയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന വെള്ളം ഭൂമിയിലകത്തു കൂടി ഏത് ഭാഗത്തോട്ട് ഒഴുകും, എങ്ങോട്ടെല്ലാം പോവും എന്നുള്ള ആ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കൊണ്ടാണ് ഭൂമിയിലകത്ത് ഇന്നിന്ന് സ്ഥാനത്ത് കൂടി വെള്ളം ഒഴുകുന്നുള്ളത് കണ്ടുപിടിച്ചത്. ഭൂമിക്ക് തിരശ്ചീനമായി കുറഞ്ഞ വീതിയിൽ മീറ്ററുകളോളം മണ്ണ് തുരന്നാണ് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. തുരക്കാനുള്ള സൗകര്യത്തിനായി വലിപ്പം കുറഞ്ഞ പിക്കാസുകൾ ഉപയോഗിക്കുന്നു. ഇടുങ്ങിയ ഗുഹയായതിനാൽ തന്നെ അകത്ത് കയറുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും കുഞ്ഞമ്പുവേട്ടന് ഇത് നിസ്സാരമാണ്. പിക്കാസ് ഉപയോഗിച്ച് പണി തുടങ്ങിയാൽ പിന്നെ ശ്രദ്ധ ജോലിയിൽ മാത്രം. വയസ്സ് 64 താടിയും മുടിയും നരച്ചതല്ലാതെ ശാരീരിക ക്ഷമതയ്ക്ക് ഒട്ടും കുറവില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 64 വയസ്സായി. അധ്വാനത്തിൻ്റെ ഫലം എപ്പോഴും നല്ലതാണെന്നാണ് നമ്മളെ അഭിപ്രായം. അധ്വാനിക്കുന്നവന് ക്ഷീണം ഉണ്ടാകുകയില്ല. എന്നെക്കാളും പ്രായക്കൂടുതലുള്ളവരും എടുത്ത് നിർത്തിയതാണ്. മണ്ണിടിച്ചിൽ ഒഴിവാക്കാനാണ് കഷ്ടിച്ച് ഒരാൾക്ക് കടക്കാൻ കഴിയുന്ന തരത്തിൽ ഇടുങ്ങിയ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. വലിപ്പം കൂടുന്നതനുസരിച്ച് മണ്ണിടിയാനുള്ള സാധ്യതയും കൂടും. 100 മീറ്ററോളം അകത്തെത്തിയാൽ പിന്നീട് ഇരുന്നാണ് മണ്ണ് തുരക്കുക. അപകടം കുറയ്ക്കുക തന്നെയാണ് ഇതിൻ്റെയും ഉദ്ദേശ്യം. എത്ര കടുത്ത വേനലിലും വെള്ളം വറ്റാറില്ലെന്ന് തുരങ്കത്തിൻ്റെ ഉടമസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. തുരങ്കം ഇത് 50 വർഷമായി മുമ്പേ ഉള്ളതാണ്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഇത് ഇടുന്നുണ്ടായി. നമ്മൾ ഇത് കൃഷി ആവശ്യത്തിനും കുടിക്കേണ്ട വെള്ളത്തിൻ്റെ കുളിക്കേണ്ട എല്ലാ ആവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കലുണ്ട്. വേനൽക്കാലത്ത് ഇത് കടുത്ത എത്ര വേനൽക്കാലമായാലും വെള്ളം ആറലില്ല, ഇങ്ങനെ ഉണ്ടാവും. തുരങ്കങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം കുളം നിർമ്മിച്ച് അതിലാണ് സംഭരിക്കുക. കുടിവെള്ളത്തിന് പുറമെ കൃഷി ആവശ്യങ്ങൾക്കും തുരങ്കത്തിലെ ജലം ഉപയോഗിക്കാറുണ്ട്. കമുക്, തെങ്ങ് തുടങ്ങിയ കൃഷിവിളകൾക്ക് കുളത്തിൽ നിന്ന് പരമ്പരാഗത രീതിയിലാണ് വെള്ളം നനയ്ക്കുക. ഇപ്പോഴത്തെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് ചോദിച്ചാൽ കുഞ്ഞമ്പുവേട്ടൻ്റെ മറുപടി ഇപ്രകാരമാണ്. ഈ കോറി വെടിവെച്ച് ഇങ്ങനെ പോകുന്നതായ ഈ കോറി പൊട്ടിച്ച് കല്ല് പൊട്ടിച്ചെടുത്ത് ഇതാകുമ്പോൾ ഈ ഭൂമിയിലേക്ക് തന്നെ ചൂടടിക്കാനുള്ളതായ സംവിധാനം വരുന്നുണ്ട്. ഇതും ഞെട്ടലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ അരിഞ്ഞരിഞ്ഞ് വെള്ളം താഴോട്ട് പോകുന്നതാണ് കണക്ക്. അങ്ങനെ കുടിവെള്ളക്ഷാമം വരും. കൃഷിക്കുണ്ടാവില്ല, കുടിവെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ തരത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമൂല്യമായ ജലസമ്പത്ത് പ്രദാനം ചെയ്ത തുരങ്കങ്ങൾ മിക്കതും ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. ജീവജലത്തിൻ്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഇവ സംരക്ഷിക്കാൻ ഭരണകൂടങ്ങളും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തുരങ്ക നിർമ്മാണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച കുഞ്ഞമ്പുവേട്ടനും പറയാനുള്ളത് ഇക്കാര്യം തന്നെയാണ്.
നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റം നാടകമടക്കമുള്ള കലാരൂപങ്ങളുടെ പ്രസക്തിക്ക് മങ്ങലേൽപ്പിച്ചുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി PV മാധവസ്വാമി നാടകോത്സവത്തിൻ്റെ ഭാഗമായി അരങ്ങേറിയ ജീവിതഗന്ധിയായ നാടകങ്ങൾ ഈ നിലപാടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിച്ചു. നാടക ആചാര്യന്മാരുടെയും പഴയകാല നാടക പ്രവർത്തകരുടെയും കഥ പറയുന്ന ജീവിത നാടകം അവതരണ മികവ് കൊണ്ട് പ്രേക്ഷകരുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങി. സ്വർണ്ണക്കടയുടെയും തുണിക്കടയുടെയും പരസ്യത്തിനിടയിൽ ഓളമെങ്കിലും നാളെക്കാരന് വേണ്ടി മാറ്റിവെക്കാൻ ഓടതിയിലെ ചെടിവെള്ളത്തിൽ മുഖമടിച്ച് വീണ് ആരും തിരിച്ചറിയാത്ത മരിച്ചവന്റെ ഗതികേടുണ്ടായിരുന്നു. നാടകങ്ങളെ പ്രണയിക്കുകയും നാടകങ്ങൾക്കായി ജീവിക്കുകയും ചെയ്ത ഒരു കൂട്ടം കലാകാരന്മാർക്കായി സമർപ്പിച്ചതായിരുന്നു PV മാധവിസ്വാമി നാടക മത്സരത്തോടനുബന്ധിച്ച് അരങ്ങേറിയ ജീവിത നാടകമെന്ന നാടകം. KT മുഹമ്മദ് ചെറുകാട് തുടങ്ങി നിരവധി നാടക പ്രതിഭകളെ അനുസ്മരിച്ച ജീവിത നാടകം ആസ്വാദക മനസ്സിൽ ഇടം പിടിച്ച നാടകങ്ങളിലൂടെയും കടന്നുപോയി. നാടകപ്രവർത്തകനായ കുമാരൻ, ഭാര്യ ദേവകി എന്നിവരിലൂടെ പറയുന്ന കഥയിൽ നാടകവുമായി ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നിരവധി പേരുടെ സാഹചര്യങ്ങളും വിശദീകരിക്കുന്നു. യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് നിരവധി നാടക പ്രവർത്തകരാണ് ടൗൺ ഹാളിൽ എത്തിച്ചേർന്നത്. പഴയകാല നാടകാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ കാലത്തെ നാടകങ്ങൾക്കുള്ള പ്രസക്തിയെക്കുറിച്ച് അക്കാദമിയുടെ ഭാരവാഹിയും സിനിമാ താരവുമായ മാമുക്കയ പങ്കുവച്ചു. കോഴിക്കോട്ട് ധാരാളം നാടകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നാടകത്തിനൊരു ക്ഷാമമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് കലാകാരന്മാരും അതിലേറെ കാണികളും. കോഴിക്കോട്ട് കാണികൾ ആരാണ്, കലാകാരന്മാരാണെന്നില്ല, എല്ലാവരും നാടകക്കാരും കലാകാരന്മാരും തന്നെയാണ്. അപ്പം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഇടക്കാലത്ത് വെച്ച് ചെറിയൊരു മങ്ങൽ വന്നെങ്കിലും വീണ്ടും ഞങ്ങളെ UDA അതിൻ്റെ 65-ാം കൊല്ലം. ഇന്നിപ്പോൾ ഒരുപാട് പുരോഗമിച്ച് ഒരുപാട് ചാൻസുകളൊക്കെ ആയി. അന്ന് പ്രധാനമായും നാടകം കലാകാരന്മാർ വേറെ എവിടെയും പോകാനില്ല, എല്ലാവരും വൈകുന്നേരം ഒന്നിക്കും. ഇന്ന് സ്പീഡായി തിരക്കൂടി ലോകം തന്നെ മാറിയില്ലേ. അതിൽ എത്രയോ കാലം ഈ നാടക പ്രസ്ഥാനത്തിൽ ഇതിനു വേണ്ടി അർപ്പിച്ച ആളുകളാണ് മോഹൻദാസൊക്കെ. നാടകം എഴുതുകയും നിർമ്മിക്കുകയും ചെയ്തിരുന്ന കുമാരന് ഒരു ഘട്ടത്തിൽ സംവിധായകനാകേണ്ടി വരുന്നതും തുടർന്ന് സഹപ്രവർത്തകരിൽ നിന്നു തന്നെ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതും ആസ്വാദകന്റെ കരളലിയിപ്പിക്കുന്ന രംഗങ്ങളാണ്. ജീവിതം ഒന്നുമല്ലാതെയായി മാറിയെന്ന തിരിച്ചറിവിലും ചിതലരിച്ച നാടകങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന കുമാരൻ നാടക പ്രതിഭകളുടെ അടയാളം തന്നെയാണ്. പുതുതലമുറയുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ വീർപ്പുമുട്ടുന്ന കുമാരനെ പോലുള്ളവരെയും നാടകം വരച്ചുകാട്ടുന്നു. മനസ്സിലായോ? ഇത്രയും കാലം ഞാൻ ബഹുമാനിച്ചു കിട്ടി. പോവല്ലോ, എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ. പുതിയ കാലത്ത് നവമാധ്യമങ്ങളുടെ കടന്നുവരവ് നാടകങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും നല്ല നാടകങ്ങൾ ജനിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്
നാടകപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. വളരെ സജീവമായ ഒരു നാടക കാലഘട്ടം കോഴിക്കോടിനുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ പിൽക്കാലത്ത് നാടകത്തിൽ, അതായത് മറ്റുള്ള മീഡിയാസിൻ്റെ കടന്നുകയറ്റം എന്ന് അതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ പല പല സാഹചര്യങ്ങളാൽ നാടകം സ്വല്പം പിന്നോക്കമായിരുന്നു എന്ന് മൊത്തത്തിൽ മലയാള നാടകവേദി മൊത്തം സ്വല്പം പിന്നോട്ടടിച്ചെന്ന് സംശയമില്ല. പക്ഷേ ഇന്നിപ്പം അതല്ല, നാടകം വീണ്ടും സജീവമാണ്. ഇവിടുത്തെ ഞങ്ങൾക്കുള്ള വിഷമം അല്ലെങ്കിൽ നമുക്കുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നാടകം കളിക്കാനൊരു വേദിയില്ല എന്നുള്ളതാണ്. കോഴിക്കോട് ഈ ടൗൺ ഹാൾ മാത്രമേ ഉള്ളൂ, ടൗൺ ഹാൾ നാടകം കളിക്കാൻ. പക്ഷേ നാടക സംഘങ്ങൾ ഇപ്പോഴും ഉണ്ട്, നാടക പ്രവർത്തകരുണ്ട്, നാടകവും ഉണ്ട്. കാലത്തിനൊത്തു മാറിയിട്ട് പുതിയ വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നാടകമെന്ന പകരം വയ്ക്കാനാവാത്ത കലാവിഷ്കാരത്തിനായി സമർപ്പിക്കാൻ ഇനിയും നിരവധി പ്രതിഭകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാടകാസ്വാദകരും. ഓരോ കഥാപാത്രങ്ങളും പതറി പകച്ച് പറയാനുള്ളത് പറഞ്ഞപ്പോ അവർക്ക് സംഭാഷണം പറഞ്ഞു കൊടുത്ത ഞാൻ ഇന്ന് ഈ അരങ്ങിൽ വാക്കുകൾ കിട്ടാതെ പതറുകയാണ്. നമ്മൾ കാണുന്നതും കണ്ടുമറന്നതുമായ ജീവിത പരിസരങ്ങളും അനുഭവ കാഴ്ചകളുമെല്ലാം പുനഃസൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതാണ് മലബാർ ഡയറിയുടെ മുന്നേറ്റത്തിന് പ്രചോദനമേകുന്നത്. ഇനിയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കണമെങ്കിൽ ഇവയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ കൂടി ഞങ്ങളെ അറിയിക്കണം. മലബാർ ഡയറി @janamtv.com എന്ന വിലാസത്തിലോ 8111993527 എന്ന നമ്പറിലോ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം. തട്ടും തടവുമില്ലാത്ത ആസ്വാദ്യകരമായ ദൃശ്യഭാഷയിലൂടെയാണ് ഉത്തര കേരളത്തിൻ്റെ അനുപമമായ സൗന്ദര്യവും നാടക പരീക്ഷണങ്ങളും ഉന്നത കലാസ്വാദന ശേഷിയുള്ള നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ഓണവും റംസാനും പോലെ തന്നെ ക്രിസ്മസും വടക്കൻ കേരളക്കാർ നെഞ്ചേറ്റുന്നതുകൊണ്ടാണ് ഈ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ഗരിമയോടെ നിലകൊള്ളുന്നതും. കൊഴിഞ്ഞു വീണ ദിനരാത്രങ്ങളിൽ കാലിടറി വീഴാതെ പുതുവർഷത്തിലെ പുതിയ കാഴ്ചകളും പുതിയ വാർത്തകളും പുതിയ സംഭവങ്ങളുമൊക്കെയായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ മലബാർ ഡയറിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.